സംസാരത്തിനിടയിൽ താത്തയെക്കുറിച്ച് അവൻ കൂടുതൽ ചോദിച്ചറിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ അടികിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നായിരുന്നു അവന്റെ ചിന്ത. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്നും കെട്ടിയവൻ ഒഴിവാക്കി പോയതാണും എന്നൊക്കെ അവൻ മനസ്സിലാക്കി. 35 വയസ്സേ കാണാറുള്ളൂ. കെട്ടിയവനും ഇല്ല. നല്ല ഒരു ചാൻസിനുള്ള സാധ്യത ഉണ്ട് എന്ന് അവൻ കണക്ക് കൂട്ടി. പിന്നീട് ഊണിലും ഉറക്കത്തിലും താത്തയെ എങ്ങനെ വളച്ചെടുത്ത് കളിക്കാം എന്നായിരുന്നു അവൻ്റെ ചിന്ത മുഴുവനും. ഇപ്പോൾ അവന് സ്റ്റാളിൻ്റെ അകത്തേക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. താത്തയുടെ കാലിൻ്റെ ഇടയിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് അവനത് തോന്നിയത്. ഇപ്പോൾ താത്ത വളരെ അടുത്ത് നിന്നാണ് സംസാരിക്കാറ്. അവൻ്റെ ചെവിയിലും കഴുത്തിലും പതിക്കുന്നുണ്ട് അവരുടെ നിശ്വാസം. ഒന്ന് തിരിഞ്ഞാൽ അവരുടെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തട്ടു എന്ന് അവന് തോന്നുന്നുണ്ട്. എന്നാലും അവന് ധൈര്യം വന്നില്ല. പക്ഷേ അവൻ്റെ മകുടം ഈ വിധ പേടിയൊന്നും കൂടാതെ ചാർജ് ചെയ്ത് വലുതായിക്കൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സ്റ്റാളിൽ താനും കൂടെ പാർട്ട് ടൈം ആയി നിന്നോട്ടെ എന്നവൻ ചോദിച്ചു അവരോട്. പൈസ ഒന്നും വേണ്ട, നേരം പോക്കിനാണെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഷാഹിദയ്ക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇടയ്ക്ക് പുറത്തു പോകുമ്പോൾ സ്റ്റാൾ അടച്ചിടാറാണ് പതിവ്. ഇനി അത് വേണ്ട. മാത്രമല്ല ചെക്കൻ അത്യാവശ്യം കാശുള്ള വീട്ടിലേതാണെന്ന്, അതുകൊണ്ട് കക്കാനും മറ്റു വഴിയില്ല. ദിവസവും ഒരു ചായയും കടിയും ഫ്രീ ആയിട്ട് കൊടുക്കുക. സിഗരറ്റിന് എക്സ്ട്രാ സാധനങ്ങൾക്ക് പൈസ നൽകണം. എന്തേ, സമ്മതമാണോ? ഷാഹിദ ചോദിച്ചു. അവന് ശരിക്കും പറഞ്ഞ 100 വട്ടം സമ്മതമായിരുന്നു. ഷാഹിദ തുടർന്ന്, ഇവിടെ വരുന്ന ആളുകളിൽ പലരും കാമിതാക്കളാണ്. അവരോട് നമ്മുടെ പ്രധാന കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് വായെ നോക്കാനും കമൻറ്റ് പറയാനും ചെയ്യരുത്. അവരുടെ സ്വർഗത്തിൽ കട്ടുറുമ്പ് ആകരുതെന്ന് ഷാഹിദ താത്ത വ്യക്തമാക്കി. കാര്യങ്ങളൊക്കെ സമ്മതിച്ചെങ്കിലും ജോണിയുടെ കണ്ണ് അതൊന്നും വകവെച്ചില്ല. അതിലെ വരുന്ന അല്പം ശരീര സൗന്ദര്യമുള്ള എല്ലാ പെണ്ണുങ്ങളെയും അടിമുടി സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാമുകനോടൊപ്പം പുറകിലെ കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോകുന്നതും കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ നേരെയാക്കി ഇറങ്ങി വരുന്നതും ഒക്കെ അവൻ്റെ കണ്ണിട്ട് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അതിനു പുറമെ കടയിലെ താത്തയുടെ സാമീപ്യവും അവൻ്റെ തലച്ചോറിനെ ഇളകിക്കൊണ്ടേയിരുന്നു. കടയിൽ വരുന്ന പെണ്ണുങ്ങളുടെ തടിയും സൗന്ദര്യവും ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൾ അതിലേക്ക് അരിച്ചു നീങ്ങുന്നത് ഷാഹിദ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നീ എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഷാഹിദ താത്ത അവൻ്റെ തലക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് സ്വകാര്യത്തിൽ ചോദിച്ചു. അവൻ ചമ്മിപ്പോയി. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഒരിക്കൽ താത്ത ചോദിച്ചു. ഇല്ല. അതെന്തേ നിനക്ക്? ആണുങ്ങളോടാണോ? ഏയ്, പ്രേമത്തിലൊന്നും താല്പര്യമില്ല. പിന്നെ ഒന്നുമില്ല. എന്നാലും അവരാ കുറ്റിക്കാട്ടിൽ എന്താ ചെയ്യുന്നതൊക്കെ. അവൻ വിഷയം മാറ്റി. താത്തയുടെ മുഖഭാവം ശ്രദ്ധിക്കാനാണ് അവൻ അങ്ങനെ ചോദിച്ചത്. എന്നാൽ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവർ പറയും, പോയി നോക്കാൻ നിനക്കെന്തേ ഇതുവരെ പറ്റിയില്ലേ? നീ ഒന്ന് പോടാ, ഒന്നും അറിയാത്ത മട്ടിൽ. എടാ, നിനക്ക് ആരെങ്കിലും പ്രേമിച്ചൂടെ? എന്നിട്ട് പാർക്കിലൊക്കെ വന്ന് അവർ ചെയ്യുന്നത് പോലെ നിനക്കും സുഖിച്ചൂടെ? അവൻ തുറിച്ചു നോട്ടം കണ്ട് ഒരിക്കൽ താത്ത ചോദിച്ചതാണ്. എനിക്കത് വർക്കാകില്ല താത്ത. അവൻ പറഞ്ഞു. എനിക്ക് പ്രേമിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല. എന്നാ ഞാൻ നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കി തരാം. പൈസ ചെലവാക്കാൻ തയ്യാറാണോ? ശരിക്കും? അവൻ കളിയാക്കിയാണ് ചോദിച്ചത്. നിന്റെ കയ്യിൽ 3000 രൂപ എടുക്കാനുണ്ടോ? നല്ല കിളി പോലത്തെ ഒരു പെണ്ണിനെ നാളെ തന്നെ ഈ താത്ത സെറ്റാക്കി തന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവനൊന്ന് ഞെട്ടിപ്പോയി. ഇവര് കാര്യമായിട്ട് തന്നെയാണോ പറയുന്നത്? എന്തേ, വിശ്വാസമായില്ലേ? എൻ്റെ കയ്യിൽ നല്ല പിടക്കണ പെണ്ണുങ്ങളുണ്ട്, ഡീറ്റെയിൽ ഉണ്ട്. ഒരു പകൽ ഗേൾ ഫ്രണ്ടായി കൂടെ വരും. താത്ത പറഞ്ഞു. കൂടെ വന്നാൽ ഇനി അതും ഞാൻ പറയണോ? പാർക്കിലോ ബീച്ചിലോ എങ്ങോട്ടാണ് വെച്ചാൽ കൂട്ടിക്കൊണ്ടേക്കോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വിടണം. വണ്ടിക്കൂലി, ഭക്ഷണ ചെലവ്, ചെറിയ ഷോപ്പിംഗ്, ഇതിനൊക്കെ കുറച്ച് പൈസ കരുതണം. എന്തേ, സമ്മതാണോ? അവൻ ആലോചിച്ചു നിന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? പടച്ചോൻ അനുഗ്രഹിച്ച് നിനക്കിപ്പോൾ അത്യാവശ്യം പൈസയും സൗന്ദര്യവും ഉണ്ട്. പിന്നെന്തിനാ?
അത് നീ വെയിലത്ത് ഉരുക്കി കളയുന്നത്? അല്ല, നീ ഇനി നിനക്കൊന്നിനും പറ്റില്ലേ? അങ്ങനെ വല്ലവനും ആണോ? ഛേ, എനിക്ക് ധൈര്യം ഇല്ലായിട്ടാണ് താത്ത. ഇതാണ് നിന്റെ പ്രശ്നം. ചോര തുടിക്കുന്ന ഈ പ്രായത്തിലല്ലാതെ പിന്നെ മൂക്കിൽ പല്ല് വരുമ്പോഴാണ് ഇതിനൊക്കെ ഇറങ്ങാറ്. നിനക്ക് ഏത് ടൈപ്പ് ഗേൾ ഫ്രണ്ടിനെ വേണം ശരിക്കും പറയ്? നിന്റെ പ്രായമുള്ളത് മതിയോ അതോ കുറച്ചും കൂടെ വലിയവരെ വേണോ? എനിക്ക് കുറച്ചുകൂടെ വലുത്, താത്തയെ പോലെ എന്ന് പറയണ എന്നുണ്ടെങ്കിലും മിണ്ടിയില്ല. നാണവും ലജ്ജയും വന്ന് അവൻ ആകെ ചമ്മി നിൽപ്പുണ്ടായിരുന്നു ഇപ്പോൾ. എന്ന് വെച്ചാൽ ശരീരവടുവുള്ളവരെ വേണോ നിനക്ക്? താത്ത തിരിച്ചങ്ങോട്ട് അവനോട് ചോദിച്ചു. അവൻ ശരിക്കും പറഞ്ഞു ആകെ ഇല്ലാണ്ടേ. താത്ത വേറെ ലെവലാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ചായക്കടയെന്ന് കരുതി കയറിയത് പടക്കക്കടയിൽ തന്നെയായിരുന്നെന്ന് അവൻ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. നിന്റെ നാണവും മടിയും ഒക്കെ മാറ്റി വെച്ചിട്ട് പറ, എങ്ങനത്തെ പെണ്ണുങ്ങളെ നിനക്ക് വേണ്ടത്? അത്യാവശ്യം വലിയ സൗന്ദര്യമുള്ളവരെ, താത്തയെ പോലത്തെ. അവൻ മടിച്ച് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ഒപ്പിച്ചു. അങ്ങനെ തൊള്ള തുറന്ന് പറയടാ, ഏതായാലും എൻ്റെ പോലത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ട്, ഷൈനി. എന്നാൽ അവൾ തന്നെ ആവാം. അവൾ അത്യാവശ്യം മിടുക്കിയാണ്. അല്ല, താത്തയ്ക്ക് ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ? അവൻ ചിരിച്ചു ചോദിച്ചു. മോൻ്റെ പോതി കൊള്ളാലോ. താത്തയ്ക്കിപ്പോൾ അതിന് സമയമില്ല. ഉണ്ടാകുമ്പോൾ ഉറപ്പായി ഞാൻ വരും. എന്നാൽ നാളെ ഒരുങ്ങി വന്നോ, പൈസ എടുക്കാൻ മറക്കണ്ട. അന്ന് രാത്രി അവന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. നാളെ കാണാൻ പോകുന്ന ഗേൾ ഫ്രണ്ട്, അവരുമൊത്തുള്ള കറക്കം, പിടുത്തം, കളി ഒക്കെ ആരെങ്കിലും അറിഞ്ഞാലോ എന്ന ഭയവും അവന് വേട്ടയാടി.